അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാം. അപ്പോഴേക്കും മിക്കവാറും നമ്മുടെ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം വരെ അനൗൺസ് ചെയ്യും. നമുക്ക് ആ പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം വിടുവാം. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1 ഈറോഡ് കഫേ റെസ്റ്റോറൻ്റാണ്. ഈറോഡ് കഫേന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. റെയിൽവേ സ്റ്റേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതിലിനപ്പുറത്ത് എന്ന് വേണം ഞാൻ പറയാം. കാര്യം അത് പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഒരു പുതിയൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞായിരുന്നു നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വീണ്ടും യാത്ര പോകുന്നുള്ളത്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്താണെന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നമ്മൾ പോകുമ്പോൾ ആക്ച്വലി 12678 എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ് നമ്മുടെ യാത്ര. അപ്പോൾ എറണാകുളം സൗത്ത് സ്റ്റേഷൻ ഇന്നത്തെ അവസ്ഥ കാണണമെങ്കിൽ ഇതാ കണ്ടോളൂ. ഇതാണ് ഇന്നത്തെ എറണാകുളം സൗത്ത് സ്റ്റേഷൻ്റെ അവസ്ഥ. ഇത് ഫുള്ള് പൊളിച്ചിട്ടിരിക്കുകയാണ് അവർ. ഈ പൊളിച്ച് കഴിഞ്ഞപ്പോൾ കോൺട്രാക്ടർ പണി വിട്ടിട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് ആ പൊളിച്ചിട്ടിരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് പിന്നെ ഒന്നും അവർ ചെയ്തിട്ടില്ല. അതിനപ്പുറത്ത് കൂടെ ഒരു മെട്രോ ട്രെയിൻ പോകുന്നുണ്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ എറണാകുളം ജംഗ്ഷൻ്റെ അവസ്ഥ. എറണാകുളം എന്ന് പറയുന്ന നഗരം പണ്ടേ ഒരു കുളമാണ്. ഇതുണ്ട്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സ്റ്റേഷനോട് കയറി വരുന്ന റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അവിടെ അവർ പഴയ സ്റ്റേഷൻ ഉണ്ടായിരുന്ന സ്ഥലം മൊത്തം ബാരിക്കേഡ് ചെയ്തിട്ടുണ്ട്. ബാരിക്കേഡ് ചെയ്തിട്ട് അതിനകത്താണ് സ്റ്റേഷൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പോൾ പഴയ റിസർവേഷൻ കൗണ്ടറാണ് ഇന്നത്തെ അൺറിസർവ്ഡ് ടിക്കറ്റിൻ്റെ ഓഫീസ്. ഇതാണ് അൺറിസർവ്ഡ് ടിക്കറ്റിംഗ് ഓഫീസ്. ഇത് പഴയ റിസർവേഷൻ കൗണ്ടറാണ്. ഇതാണ് എറണാകുളം ജംഗ്ഷൻ്റെ ഇന്നത്തെ അവസ്ഥ. ഇതിൻ്റെ കോൺട്രാക്ടർ പണി വിട്ടുപോയി. കോൺട്രാക്ടർ പണി എന്താ പറയുക, അബാൻഡൻ ചെയ്തിട്ട് പോയി. അത് അബാൻഡൻ ചെയ്ത് പോയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഇവർ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തതും. ഇപ്പോൾ അവർ ആ കോൺട്രാക്ടറെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്രിഡ്ജസ് ഇന്ത്യ ലിമിറ്റഡോ മറ്റോ ആയിരുന്നു ഇതിനെ കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റേഷൻ്റെ അവസ്ഥ ദയനീയമാണ്. എറണാകുളം പോലത്തെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ അതാ ഇവിടെ ക്ലോക്ക് റൂമും അതുപോലെ ബൈക്ക് പാർക്കിംഗ്, പ്രീമിയം പാർക്കിംഗ് ഉണ്ട്. കാറും പാർക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നു അതിനകത്ത്. ഇതൊക്കെ പണ്ട് നമ്മൾ ഈ നടക്കുന്ന ഏരിയ മൊത്തം പണ്ട് പാർക്കിംഗ് ആയിരുന്നു, കാർ പാർക്കിംഗ് ആയിരുന്നു പണ്ട്. ഇപ്പോൾ അതൊക്കെ പൊളിച്ച് ഈ അവസ്ഥയിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ അതിനകത്തോടെ ഒരു കാർ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെയായിട്ട് ഒരു ടെമ്പററി എൻട്രൻസ് പണിതിട്ടുണ്ട് അവർ. അപ്പോൾ ഈ കാണുന്നതാണ് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഇന്നത്തെ എൻട്രൻസ്. ഓഫീസേഴ്സ് റെസ്റ്റ് ഹൗസ് നേരെ അടുത്തായിട്ട്. ഇതല്ലാണ്ട് അങ്ങേ അറ്റത്ത്, അതായത് പ്ലാറ്റ്ഫോം നമ്പർ 1 ആലപ്പുഴ എൻഡിൽ ഒരു ചെറിയ എൻട്രൻസ് ഉണ്ട്. ചില സമയത്തൊക്കെ അവർ അടച്ചിടാറുണ്ട്. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താ അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. ഇപ്പോൾ സമയം ക്ലോക്കിലും കാണാം 8 മണി കൃത്യം. നമ്മുടെ ട്രെയിനിന് ഇപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് പോകുന്നത് ഇൻഫർമേഷൻ സെൻറ്ററിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് നോക്കിയിട്ട് നമുക്കെന്താ പതുക്കെ ആ പ്ലാറ്റ്ഫോമിൽ ഇടുവാം. എനിക്ക് പറ്റുകയാണെങ്കിൽ റേക്ക് ഷണ്ട് ചെയ്ത് കൊണ്ടുവന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉള്ളിലേക്ക് കയറുന്നു. ഇവിടെ PF2 എന്ന് എഴുതിയിരിക്കുന്നത് പ്ലാറ്റ്ഫോം 2 വരുന്നതാണ്. 9:10 12678 എറണാകുളം KSR ബംഗളൂരു ഇൻ്റർസിറ്റി എക്സ്പ്രസ്. ഞാൻ C1 5ാമത്തെ കോച്ചാണ്. അപ്പം എന്നാൽ പിന്നെ പതുക്കെ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോയേക്കാം. പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഓവർവ്യൂ കാണിച്ചേക്കാം. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. ഇതാണ് ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം. നമ്മളിപ്പോൾ കാണുന്ന ഫ്രെയിമിൽ കാണുന്ന റൈറ്റ് സൈഡിലുള്ള പ്ലാറ്റ്ഫോം 1, ലെഫ്റ്റിലുള്ള 2. മൊത്തം 6 പ്ലാറ്റ്ഫോം ഉണ്ട്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി പ്ലാറ്റ്ഫോം നമ്പർ 6 വളരെ ചെറുതാണ്. അതുകൊണ്ട് എല്ലാ പ്ലാറ്റ്ഫോമിലും നമുക്ക് 22 കോച്ച് ട്രെയിനിൽ കയറ്റാൻ പറ്റില്ല. അങ്ങനെ പ്ലാറ്റ്ഫോം 2ലേക്ക് പോവാം. പ്ലാറ്റ്ഫോം 2ലും 20 കോച്ച് ട്രെയിൻ പറ്റില്ല എന്നായിരുന്നു എൻ്റെ ഒരു അറിവ്. എന്താണോ എന്ന്. പ്ലാറ്റ്ഫോം നമ്പർ 2ൽ വലിയ റേക്കുകൾ പറ്റില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ 20 കാർ റേക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2ൽ കാണിക്കുന്നുണ്ട്. അതിന് 16332 പോവും. തിരുവനന്തപുരം മുംബൈ CSMT എക്സ്പ്രസ് 16332 അതിന് മുമ്പ് പോവും. അതിന് നമ്മൾ പിന്നീട് ഓവർടേക്ക് ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്നത് മംഗള എക്സ്പ്രസ് ആണ്. ഇപ്പോൾ അല്പം മുമ്പ് നിസാമുദ്ദീനിൽ നിന്ന് വന്നിറങ്ങിയ മംഗള എക്സ്പ്രസ് ആണ്. അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 5ലോട്ടോ മറ്റേ വേറെ ഏതൊരു ട്രെയിൻ കയറി വരുന്നുണ്ട്. പാസഞ്ചറും എല്ലാവനാണ് സാധ്യത. ഇതൊക്കെ നമ്മുടെ പാൻട്രി കാറിൻ്റെ സ്റ്റാഫാണ്. പാൻട്രി കാറിൻ്റെ സ്റ്റാഫ് നമ്മുടെ പാൻട്രിയിലുള്ള സാധനങ്ങൾ കയറ്റാൻ വരികയാണ്. അവിടെ അവരുടെ സ്റ്റോക്ക് മൊത്തം കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് പാൻട്രി കാർ വരുമ്പോൾ അവരോട് കയറ്റാൻ പോകുന്നതാണ് അവർ. അപ്പോൾ സീമ കാറ്ററേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് നമ്മുടെ ട്രെയിനിലെ പാൻട്രി കാർ റൺ ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള സ്റ്റാഫാണ് മൊത്തം. കാര്യം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമിഴാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാൻട്രിയിൽ അത്യാവശ്യം നല്ല ഫുഡും കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. നോർത്ത് ഇന്ത്യക്കാരുടെ പാൻട്രി അല്ലാന്നുണ്ടെങ്കിൽ. മീൻവൈൽ നമ്മുടെ റേക്കാണെന്ന് തോന്നുന്നു. അവിടുന്ന് ഒരു ERS ആൽക്കോ ഒരു റേക്കും കൊണ്ട് അകത്തോട്ട് വരുന്നുണ്ട്. ഒരു എറണാകുളത്തിൻ്റെ ആൽക്കോ ആണ് നമ്മുടെ റേക്ക് ഉള്ളിലോട്ട് കൊണ്ടുവരുന്നത്. ഇതിന് LHB കോച്ച് കിട്ടിയെന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
കാര്യം ഈ ട്രെയിനിന് പണ്ട് LHB കോച്ച് അലോട്ട് ആയതായിരുന്നു. അന്നത് ആ റേക്ക് അടിച്ചു മാറ്റിയാണ് കണ്ണൂർ ജനശതാബ്ദി ഒരു LHB ആക്കിയത്. അത് കഴിഞ്ഞിട്ട് വന്ന് പിന്നെ ഒരു കോയമ്പത്തൂരിലെ മയിലാടുതുറ ജനശതാബ്ദി ഒരു LHB ആക്കി. അതുപോലെ മറ്റേ തിരുപ്പതി ഇൻ്റർസിറ്റി ഒരു LHB ആക്കി. അതൊക്കെ ആക്കിയെങ്കിൽ ഈ വണ്ടിക്ക് കിട്ടേണ്ടിയിരുന്ന ഇതിൻ്റെ കോച്ചാണ് അതിനൊക്കെ പോയത്. അപ്പോൾ ഇപ്പോൾ ഇതിന് അർഹതപ്പെട്ട കോച്ച് ഇതിന് കിട്ടി. ഇതിന് അർഹതപ്പെട്ട കോച്ച് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോച്ചല്ല ശരിക്കും, ഇത് കണ്ണൂർ ഇത് കോഴിക്കോട് ജനശതാബ്ദിക്ക് വേണ്ടി അലോട്ടായ കോച്ചുകളാണ്. അതുപയോഗിച്ചാണ് നമ്മുടെ ഇവനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അതും പിന്നെ അതല്ലാണ്ട് വേറെ കുറച്ച് കോച്ചുകൾ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പുതിയ ബോർഡൊക്കെ ഉണ്ട്, എറണാകുളം ജംഗ്ഷൻ KSR ബംഗളൂരു എന്ന്. അപ്പോൾ ഇതിന് LHB കിട്ടിയത് ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. കാര്യം നമ്മളത് പ്രതീക്ഷിച്ചല്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ട്രെയിൻ അകത്തോട്ട് പ്ലാറ്റ്ഫോമിൽ കയറി വന്നപ്പോൾ എനിക്ക് മനസ്സിൽ വന്നത് 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നാണ് ശരിക്കും. കാര്യം നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചാണ് ഇതിന് LHB വരണം എന്നുള്ളത്. അങ്ങനെ ഫൈനലി ഇതിന് LHB വന്നു. അതിന് നമുക്കൊരു end to end ട്രിപ്പ് അടിക്കാനുള്ള ചാൻസും കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലക്ക് നല്ലാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടും കൂടി ഒരു ട്രിപ്പ് അടിക്കും. ഇപ്പോൾ തൽക്കാലം എറണാകുളം ബാംഗ്ലൂർ അങ്ങ് പോകാം. എല്ലാം 2025 ബിൽഡ് കോച്ചുകളാണ്. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി തന്നെ കെട്ടിയതാണ്. അപ്പോൾ ഞാനിന്ന് AC ചേർക്കാറിനാണ് പോകുന്നത്. ഈ ട്രെയിനിന് പാൻട്രി കാറൊക്കെ ഉണ്ട്. പാൻട്രി കാർ മാത്രം പഴയ കോച്ചാണ്, 204339 പഴയ പാൻട്രി കാറാണ്. അതിനപ്പുറത്ത് വരുന്ന AC ചേർക്കാറായിരിക്കും മിക്കവാറും നമ്മുടേത്. 2 AC ചേർക്കാറുണ്ട് ഇപ്പോൾ ഈ വണ്ടിക്ക് നേരത്തെ ഒരു AC ചേർക്കാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 AC ചേർക്കാറാക്കിയിട്ടുണ്ട്. രണ്ടും ഇന്ന് ഫുള്ളാണ്, അതാണ് എൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഈ വരുന്നതാണ് C1 നമ്മുടെ കോച്ച് 251649. 251649 ഇതാണ് നമ്മുടെ കോച്ച്. അപ്പുറത്ത് ഒരു കോച്ചും ഉണ്ട്, ഒരു AC ചേർക്കാർ കോച്ചും ഉണ്ട്. C2 ഉണ്ട്, അത് 251648 കണ്ടിന്യൂസ് നമ്പേഴ്സാണ്. 148ഉം 648ഉം 649ഉം 2 കണ്ടിന്യൂസ് നമ്പേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. അതെന്തായാലും നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിപ്പോൾ കോച്ചിൻ്റെ ഡോറും തുറന്നു. അപ്പോൾ പിന്നെ നമുക്കെന്നാൽ പതുക്കെ ഉള്ളിലോട്ട് കയറിയാൽ ഇതിലോട്ട് കയറാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കണ്ട ഏറ്റവും താഴത്തെ പടിയാണ് പ്ലാറ്റ്ഫോമിൻ്റെ ലെവലിൽ വന്നിരിക്കുന്നത്. ഇതിലോട്ട് കയറുക എന്ന് പറയുന്നത് ഒരു സർക്കസ് തന്നെയാണ്. പുറത്തിന് മഴ പെയ്ത് നല്ല സ്ലിപ്പറാണ് ഹാൻഡിൽ. ഈ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ റൈഡ്. അടിപൊളിയല്ലേ? നല്ല പെയിൻറ്റിന് സ്മെല്ലിപ്പോഴും നല്ല ഫ്രഷ് സ്മെല്ലിപ്പോഴും ഇതിനകത്തുണ്ട്. ഇതാണ് നമ്മുടെ റൈഡ്. നമ്മൾ സീറ്റ് നമ്പർ 57 ഒരു അയൽ സീറ്റാണ്. അയൽ കിട്ടിയാൽ ഒരുപാട് സന്തോഷമുണ്ട്, കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പോകാമല്ലോ. പക്ഷേ ഒറ്റ സങ്കടം എന്ന് വെച്ചാൽ 3 സീറ്ററിൽ അയലാണ്. അപ്പോൾ നമുക്ക് ചാർജിങ് പോയിൻ്റ് കിട്ടാൻ നല്ല പാടായിരിക്കും. ഇതാണ് നമ്മുടെ ഈ കാണുന്ന ഇങ്ങേ അറ്റത്തെ സീറ്റാണ് നമ്മുടെ സീറ്റ്. ഇതാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്ന കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. അടിപൊളിയായിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ടത് പ്ലാസ്റ്റിക് കവർ പോലും ഊരിയിട്ടില്ല ഇതിൻ്റെ. അത്രയും സൂപ്പറായിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് പതുക്കെ പോയി നമ്മൾ 16332 വരുന്ന അങ്ങോട്ട് ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ട് തിരിച്ചുകൊണ്ട് പോകുന്ന ഇൻറ്റീരിയേഴ്സൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ ദിവസം എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ ഒരുപാട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് 2 പാർട്ടാക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാർട്ട് ഒരുപാട് കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് 2 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. മോസ്റ്റ്ലി ഒരു 6 hours പ്രോബ്ലി ഇവിടുന്ന് ഈറോഡോ സേലം വരെയും പിന്നെ ഇവിടുന്ന് അങ്ങോട്ടോ അങ്ങനെ വല്ലതും നമുക്ക് ചെയ്യാം. ഞാനത് എക്സാക്ട്ലി തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ എന്തായാലും നോക്കാം. കാര്യം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് കണ്ടൻറ്റ് റെക്കോർഡ് ചെയ്യും. മീൻവെൽ 16332 മുംബൈ CSMT എക്സ്പ്രസ്, തിരുവനന്തപുരം മുംബൈ CSMT എക്സ്പ്രസ് ജസ്റ്റ് ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട്. ഈ ട്രെയിൻ ഒരിക്കൽ ഒരു end to end ട്രിപ്പ് ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു എറണാകുളം പൂനെ വല്ലതും പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇവിടുന്ന് സാറ്റർഡേ രാവിലെയാണ് ഈ ട്രെയിൻ പോകുന്നത്. സൺഡേ വൈകുന്നേരം ഇത് പൂനെയിലും സൺഡേ രാത്രിയിൽ ഇത് മുംബൈയിലും എത്തും. അപ്പോൾ അതാ കയറി വരുന്നത് 16332 തിരുവനന്തപുരം സെൻട്രൽ മുംബൈ CSMT വീക്ക്ലി എക്സ്പ്രസ്. വിജയവാഡയുടെ 30647 ആണ് ലോക്കോ. ഈ ട്രെയിനിൻ്റെ ഓപ്പോസിറ്റ് സർവീസ്, അതായത് മുംബൈ CSMT ഇങ്ങോട്ട് വരുന്ന ട്രെയിനിൽ നമ്മൾ ഒരിക്കൽ മുംബൈ CSMT മുതൽ തൃശ്ശൂർ വരെ ഒരു റൈഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 2024 സമ്മറിലായിരുന്നു അത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നിരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അതൊരു വ്യത്യസ്തമായ വീഡിയോ ആയിരുന്നു. നല്ല റൂട്ടാണിത്. ഇന്നിപ്പോൾ കേരളത്തിൽ നിന്ന് മുംബൈ CSMTയിലോട്ട് പോകുന്ന ഏക ട്രെയിനാണ് ഈ കാണുന്നത്. പക്ഷേ ഇതൊരു വീക്ക്ലി ട്രെയിനാണ്. എന്നാൽ പിന്നെ നമുക്കെന്ന ഫ്രണ്ട് പോയി നമ്മുടെ ലോക്കോൻ്റെ വിശേഷമൊക്കെ നോക്കാം. ലോക്കോ വന്നോന്നറിയില്ല. ഒരു പുതുപുത്തൻ കോച്ചാണ്. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ ഏപ്രിൽ 2025 നിർമ്മിച്ച കോച്ചാണിത്. SR251649. നമുക്കെന്നാൽ പതുക്കെ ഇതിൻ്റെ ഒരു ടോയ്ലറ്റ് ടൂർ നോക്കിയാൽ ഇതാണ് ഇതിൻ്റെ വെസ്റ്റേൺ ടോയ്ലറ്റ്. വൃത്തിയുണ്ട്, നനഞ്ഞിരിക്കുകയാണ്, പക്ഷേ കുഴപ്പമില്ല, വൃത്തിയുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വർക്ക് ചെയ്യാനുള്ള ലോക്കോ ഇതുവരെ വന്നിട്ടില്ല. ഫ്രണ്ടിലെ ജനറേറ്റർ കാർ റണ്ണിങ് ആണെന്ന് തോന്നുന്നു. കാര്യം AC ഒക്കെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ജനറേറ്റർ കാർ ഓൺ ചെയ്തിട്ടുണ്ടാവും. ലോക്കോ ഇതുവരെ വന്നിട്ടില്ല.
നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് പോവാം. ഞാൻ കോട്ട എടുക്കാൻ മറന്നുപോയി. മഴ പെയ്താൽ പണി പാളും. ഇപ്പോൾ ഈ ട്രെയിനിന് ഫ്രണ്ടിലും ബാക്കിലോട്ട് രണ്ട് മൊത്തം 4 ജനറൽ കമ്പാർട്ട്മെൻറ്റാണുള്ളത്. ബാക്കിയെല്ലാം റിസർവ്ഡ് കോച്ചുകളാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റും പുതുപുത്തൻ കോച്ചുകൾ തന്നെയാണ്. ഈ കാണുന്നതാണ് എറണാകുളത്തെ ഡീസൽ ലോക്കോ ഷെഡ്. ഈ ഷെഡിൽ പണ്ടൊരു 5 ഇലക്ട്രിക് ലോക്കോസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ തിരിച്ച് പോയി, എല്ലാം ഈ റോഡിലേക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പം നിലവിൽ ഡീസൽ ലോക്കോസ് ഒന്നുമില്ല, ഇലക്ട്രിക് ലോക്കോസ് ഒന്നുമില്ല. ഡീസൽ ലോക്കോസ് മാത്രമേ ഉള്ളൂ, അതും വളരെ കുറച്ചേ ഉള്ളൂ. ഈ ഷെഡിൻ്റെ ഫ്യൂച്ചർ ഏറെക്കുറെ അൺസർട്ടൺ. കൂട്ടിപ്പോകും എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. കാരണം പ്ലാറ്റ്ഫോമിന് നീളം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഷെഡ് റിമൂവ് ചെയ്യാൻ പറ്റില്ല. എന്നാലേ പ്ലാറ്റ്ഫോം നമ്പർ 6-നും മറ്റും നീളം കൂട്ടാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇനി ഇവിടെ തീരെ സ്ഥലമില്ല. നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ജനറേറ്റർ റണ്ണിങ് ആണ്. മഴ ചാറി തുടങ്ങി. നമ്മുടെ ലോക്കോ എപ്പോൾ വരുമോ ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ബോർഡ്. എറണാകുളം KSR ബംഗളൂരു 12678. ഇതാണ് നമ്മുടെ ട്രെയിന്. മീൻ വൈൽ 16332 എസ്റ്റ് ഇറങ്ങിപ്പോന്നു. 30647 വിജയവാഡ ലോക്കാണ്. ഇത് നമ്മൾ വീണ്ടും ഇന്ന് കാണും. വാളയാർ അല്ലെങ്കിൽ പോത്തന്നൂർ വെച്ചാണ് ഓവർടേക്ക് നടക്കുക. നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോ വരുന്ന കാണാൻ വേണ്ടി പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. ഒരു ചെറിയൊരു തള്ള കിട്ടിയാലും നിന്നു. മഴ കൂടി നല്ല ശക്തമായ മഴയായി. ലോക്കോ ഇപ്പോൾ ജസ്റ്റ് വരുന്നതേ ഉള്ളൂ. അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ലോക്കോ വരുന്നത്. പാപ്സ് തന്നെ പതിവ് പോലെ 30419 ആണെന്ന് തോന്നുന്നു നമ്പർ. ഒരു ലോക്കോ ഇപ്പോൾ ജസ്റ്റ് പുറത്തോട്ട് പോകുന്നുണ്ടായിരുന്നു. അതാണ് 30413 ആണ്, 419 അല്ല. 30413 റോയപ്പുറത്തിൻ്റെ ലോക്കോ എന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ ലോക്കോ 30413 റോയപ്പുറത്തിൻ്റെ വാപ്സ് 7. ജസ്റ്റ് കപ്പിളിങ് നടക്കുന്നേ ഉള്ളൂ. ഇതുവരെ ഇതൊന്നും ചെയ്തില്ല, പാൻറ്റോ മാറിയിട്ടൊന്നുമില്ല. നല്ല മഴയാണ്. നമുക്ക് തിരിച്ച് നമ്മുടെ കോച്ചിലോട്ട് പോയേക്കാം. നമ്മുടെ കോച്ച് ഇവിടുന്ന് 5ാമത്തെ കോച്ചാണ്. വിഷ്വൽസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന് ഡെക്ക് വെച്ച് നല്ല മഴയായി. ഇതാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റ്. നല്ല ഇൻറ്റീരിയേഴ്സാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ജനശതാബ്ദിക്ക് ഏറ്റവും കൂടുതൽ തെറിവിളി കിട്ടിയ സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റാണ്. അതേപോലത്തെ സീറ്റാണ്, നമ്മുടെ മെമു ടൈപ്പ് സീറ്റാണ്. അപ്പോൾ ഈ സീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സീറ്റ് ബാക്ക് റെസ്റ്റ് ഭയങ്കര മോശമാണ്. നല്ല എന്താ പറയുക, സ്റ്റിഫാണ്. പിന്നെ നമ്മുടെ സ്ട്രെയിറ്റാണ്. ഇപ്പോൾ എന്നെപ്പോലത്തെ 3 പേര് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊള്ളില്ല. നല്ല ടൈറ്റാണ് ഈ സീറ്റ്. വലിയൊരു ഗുണമില്ലാത്തൊരു സീറ്റാണ് ഇതിനുള്ളത്. ഈ സീറ്റാണ് ഇപ്പോൾ ICF പണിയുന്ന മൊത്തം ഈ സീറ്റാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല ലെഗ് റൂം ഉണ്ട്. നല്ല അടിപൊളി ലെഗ് റൂമാണ്. പക്ഷേ അതല്ലാണ്ട് ബാക്കിയെല്ലാം പോക്കാണ്. ചാർജിങ് പോയിൻ്റ് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കംഫർട്ട് വളരെ മോശമാണ്. കൃത്യസമയമായ നമ്മുടെ എന്താ പറയുക 9:10 പുറപ്പെട്ടു. അപ്പോൾ നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. മഴയാണ്. പിന്നെ എത്രത്തോളം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്കാണൊരു നോൺ വിൻഡോ സീറ്റും കൂടിയാണ്. നോൺ വിൻഡോ സീറ്റ് പിന്നെ ഞാൻ ചോദിച്ച് മേടിച്ചാണ്. ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് വിൻഡോ ഓപ്ഷൻ ഇട്ടില്ലായിരുന്നു. കാര്യം വിൻഡോ ഓപ്ഷൻ ഇട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഡോറിലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് വിൻഡോ ഓപ്ഷൻ ഇടാണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്നു. ആ കാണുന്നതാണ് ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ്. ഈ ഉണ്ടായിരുന്ന ബ്ലൂ ഷെഡ് ഡീസൽ ലോക്കോ ഷെഡ്. അത് ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡാണ്. എറണാകുളത്തൊരു ഇലക്ട്രിക് ലോക്കോ ഷെഡ്, എറണാകുളത്തല്ല കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ഇലക്ട്രിക് ലോക്കോ ഷെഡ് സത്യം പറഞ്ഞാൽ ആവശ്യമാണ്. കാര്യം നമ്മളിപ്പോൾ എല്ലാ ലൈനുകളും ഇലക്ട്രിഫൈ ആയി. അപ്പോൾ നമുക്ക് ഒരുപാട് ലോക്കോ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഇത് 2254 EDXൻ്റെ ലോക്കോണ്. നല്ല മഴയാണ്. ക്യാമറ ഒട്ടും പുറത്തോട്ട് പിടിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ജസ്റ്റ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. മഴയ്ക്ക് ഒരു ശമനവും ഇല്ല. ഈ കാണുന്നതാണ് കോട്ടയത്തേക്ക് പോകുന്ന ലൈന്. അതാണ് കോട്ടയത്തേക്ക് പോകുന്ന ലൈന്. അപ്പോൾ ഈ കാണുന്നതാണ് കോട്ടയം ഭാഗത്തു നിന്ന് വരുന്ന ലൈന്. അതായത് കോട്ടയത്തു നിന്ന് എറണാകുളം നോർത്തിലേക്ക് വരുന്ന കോഡ് ലൈനാണിത്.
ബേസിക്കലി എറണാകുളം എനിക്കൊന്ന് സി ക്യാബിന് ഡി ക്യാബിന് എറണാകുളം മാർഷലിംഗ് യാർഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എറണാകുളം നോർത്തിലേക്ക് വരുന്ന ലൈനാണ്. ഇതൊരു കോഡ് ലൈനാണ്. ഇത് ശരിക്കും അന്നൊരു ബൈപ്പാസ് ലൈനായിട്ടാണ് പണിതെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇത് ഏകദേശം മെയിൻ ലൈൻ പോലെ തന്നെയായി. ഭീകര മഴ. ഈ മഴയത്ത് എങ്ങനെയാണ് ഗൈസ് നമ്മൾ വീഡിയോ എടുക്കുന്നത്? കേരളം വിട്ടാൽ പിന്നെ മഴയൊന്നും ഉണ്ടാവില്ല. പക്ഷേ കേരളമാണല്ലോ പിടിക്കേണ്ടത്. കേരളമാണല്ലോ ബ്യൂട്ടിഫുൾ മഴക്കാലത്ത്. തൊട്ടപ്പുറത്ത് പാൻട്രി കാറാണ്. പാൻട്രി കാറിന് നല്ല മണം വരുന്നുണ്ട്. പാൻട്രി കാറിൽ എന്തോ കുക്ക് ചെയ്യുന്നുണ്ട് അവർ. നല്ല അടിപൊളി മണം വരുന്നു പാൻട്രി കാറിൽ നിന്ന്. എന്താണോ പാൻട്രി കാറിൽ ഉണ്ടാക്കുന്നത്? നമ്മളിപ്പോൾ എറണാകുളം നോർത്ത് സ്റ്റേഷൻ, അതായത് എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. റൺ ത്രൂ ആണ്. അവിടെ ഒരു റോയപുരത്തിന് 30391 ആണല്ലോ ഇപ്പോൾ. ഇത് ഗുരുവായൂർ എറണാകുളം പാസഞ്ചറാണ്. കണ്ടോ, മഴയാണ് ഫോക്സ്, മഴയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനെന്നാന്ന് ഒരു പണി, ഞാൻ ഉള്ളിൽ പോയിരിക്കാം കുറച്ച് നേരം. നമുക്ക് അപ്പോഴേക്ക് ക്യാമറയൊക്കെ ഒന്ന് ചാർജ് ചെയ്തേക്കാം. അപ്പോൾ ഫോക്സ് നമ്മൾ ക്യാമറ മാറ്റിയിട്ടുണ്ട്. ഇത് പുതിയ ക്യാമറയാണ്. നമ്മുടെ പഴയ ക്യാമറ ലാസ്റ്റ് സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അടിച്ചുപോയി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ മാറ്റിയിട്ടുണ്ട്. പുതിയ ക്യാമറയുടെ ഫസ്റ്റ് സീരീസാണിത്. ഓ, എന്തൊരു മഴയാണിത്. അപ്പോൾ പിന്നെ നമുക്ക് പതുക്കെ ഉള്ളിൽ പോയി. ചെറുതായിട്ടൊന്ന് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ കളമശ്ശേരി എത്താറായി. ചെറുതായിട്ട് കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് അടങ്ങി, ഇത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്താ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു സ്റ്റാഫ് നിന്ന് പച്ചക്കൊടി കാണിക്കുന്നുണ്ട്. അപ്പുറത്ത് നമുക്ക് സിഗ്നൽ പച്ചയാണ്. അങ്ങനെ നമ്മുടെ റേക്ക് ഏറെക്കുറെ പൂർണ്ണമായിട്ടും നീലയാണ്. അതായത് ബേസിക്കലി ഇതിനകത്ത് 11 നോൺ എ സി ചെയർക്കാറും നീലയാണ്, 2 എ സി ചെയർക്കാറും നീലയാണ്. അപ്പോൾ 11 13 കോച്ചുകൾ ഇന്ന് നീലയാണ്. പാൻട്രി കാർ റെഡാണ്. പിന്നെ അതുപോലെ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളും റെഡാണ്. അപ്പോൾ 4 ജനറൽ കമ്പാർട്ട്മെൻറ്റ്, 5 കോച്ച് റെഡ്, ഒരു പാൻട്രി കാർ. 6 കോച്ചുകൾ റെഡും 13 കോച്ചുകൾ ബ്ലൂ ആണ് ഈ വണ്ടിയുടെ. കളമശ്ശേരിയിൽ എന്തോ യാർഡ് വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ റീറ്റൈനിങ് വാൾ പണിതിട്ട് അവിടെ മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഗുഡ്സ് അൺലോഡിങ് യാർഡ് വലുതാക്കുകയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ. ഇതാണ് കളമശ്ശേരി സ്റ്റേഷൻ. നമ്മൾ ഇങ്ങോട്ട് വന്ന വീഡിയോയിൽ നമ്മൾ കളമശ്ശേരിയിലൊക്കെ സ്റ്റോപ്പ് ചെയ്തത്. നല്ല മഴയായിരുന്നു വണ്ടി കളമശ്ശേരി നിർത്തിയപ്പോൾ. മെട്രോ ടവേഴ്സ്, കൊച്ചി മെട്രോയുടെ റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആണ്. ഈ റൈറ്റ് സൈഡിലുള്ളതാണ് മുട്ടം യാർഡ്. ഇവിടെയാണ് മെട്രോ ട്രെയിൻ സെറ്റുകളുടെ മെയിൻ്റനൻസ് നടക്കുന്നത്. അപ്പോൾ നിലവിൽ അവരെ ഫീഡർ ബസ്സുകളുടെ ഡിപ്പോവും മുട്ടം യാർഡിൽ തന്നെയാണ്. ബ്ലൂ ട്രെയിൻ അല്ലേ, ഇതാണ് ശരിക്കും നമ്മുടെ ഈ വണ്ടിക്ക് കിട്ടേണ്ടി വരുന്ന കോച്ചുകൾ. ആ കോച്ചുകൾ ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് കണ്ണൂർ ജനശതാബ്ദി ആയിട്ടാണ്. ഈ പോകുന്നതാണ് കണ്ണൂർ ജനശതാബ്ദി. അപ്പം നമ്മൾ
ജസ്റ്റ് ആലുവ സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഇതാണ് ഫസ്റ്റ് ഹോൾട്ട്. ആലുവ കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരാണ്. തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ പാലക്കാടാണ്. നമുക്ക് കേരളത്തിൽ മൊത്തം 4 ഹോൾട്ടാണ് എറണാകുളം. വളരെ എഫിഷ്യൻ്റായിട്ടൊരു ഹോൾട്ടിംഗ് പാറ്റേൺ ആണ് ഈ ട്രെയിനിൻ്റെ. വളരെ കുറച്ച് സ്റ്റോപ്പുകളേ ഉള്ളൂ കേരളത്തിനകത്ത്. തമിഴ്നാട്ടിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റോപ്പിംഗ് പാറ്റേൺ ആണ് ഈ ട്രെയിനിൻ്റെ. ഇതാണ് ആലുവ സ്റ്റേഷൻ. ഇപ്പം നമ്മുടെ ഈ ട്രെയിനുണ്ട്. നമ്മുടെ ഈ ട്രെയിന് തൊട്ട് പുറകിലായിട്ട് ഇനി ജനശതാബ്ദി എക്സ്പ്രസ്സും വരാനുണ്ട്. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ്സ്. അപ്പോൾ ആ വണ്ടിക്കുള്ള തിരക്കും കൂടി ഉണ്ട്. അത് 10 മിനിറ്റ് പുറകിലാണ് ആ വണ്ടി വരുന്നത്. അപ്പോൾ അതിനുള്ള തിരക്കും കൂടി നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ സമയം 9:40. ഇതാണ് ഇടതുവശത്തുള്ള കാഴ്ച. ഇവിടെ ഒരു ഗുഡ്സ് യാർഡ് ഉണ്ട്. അവിടെ ഒരു ഗുഡ് ഷെഡും ഉണ്ട്. ഇവിടുന്ന് ഒരുപാട് പേര് കയറാനുണ്ടായിരുന്നു. ഒത്തിരി പേര് കയറിയിട്ടുണ്ട്. ഇവിടെ വണ്ടിക്ക് അത്ര നേരം ഇവിടെ ഹോൾട്ടും ഇല്ല. ഒരുപാട് പേര് കയറി കഴിഞ്ഞു. അപ്പം നമ്മൾ ആലുവയിൽ നിന്ന് പുറപ്പെടുകയായി. യാത്രക്കാർ ജസ്റ്റ് കയറി തീർന്നു, വണ്ടി എടുത്തു. അത്രയും നേരം ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് യാത്രക്കാരും കയറാനുണ്ടെന്ന്. സമയം 9:43. 41-നൊക്കെ നിർത്തിയിട്ടുണ്ടാവും. 43-ന് വിട്ടു. ഞാൻ ആ പെരിയാർ പാലം ഒന്നുകൂടി കാണിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പെരിയാർ പാലം കാണിച്ചിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആലുവ മണപ്പുറം സൈഡാണ് കാണിച്ചത്. ഇപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കണ്ടേക്കാം. അപ്പോൾ നമ്മളങ്ങനെ ആലുവ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. തൊണ്ട ഭയങ്കര ജലദോഷം വന്നുകൊണ്ട് തൊണ്ട ഇങ്ങനെ ഒരുമാതിരി വൃത്തികേടായിട്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ആലുവയിലെ പെരിയാർ നദിക്ക് കുറുകെ പാലം കടക്കുകയാണ്. നല്ല വെള്ളമുണ്ട് കേട്ടോ. അതായത് ഇന്നലെ ഇവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പുഴയുടെ വാട്ടർ ലെവലിന്. നിങ്ങൾക്കിവിടെ കാണാം, അത്ര വെള്ളമുണ്ട്. നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്, ശ്രദ്ധിച്ചാൽ കണ്ടോ. നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. അപ്പോൾ ആലുവ പുഴയുടെ തീരത്ത് ജീവിക്കുന്നവർ ജാഗ്രത പാലിക്കുക. അപ്പോൾ അങ്ങനെ പെരിയാർ ആദ്യത്തെ പാലം കഴിഞ്ഞു. അല്പം മുന്നിലായിട്ട് പെരിയാർ രണ്ടാമത്തെ പാലമുണ്ട്. കാലാവസ്ഥ ഒരല്പം ഫോഗിയാണ്. നമ്മൾ ജസ്റ്റ് കൊച്ചി എയർപോർട്ട് എത്തുന്നു. കാലാവസ്ഥ നല്ലോണം ഫോഗിയാണ് കണ്ടോ. റൺവേയുടെ അപ്പുറത്ത് തന്നെ നമുക്ക് കാണാൻ വയ്യാണ്. നല്ലോണം ഫോഗിയാണ്. അപ്പോൾ എയർപോർട്ടിൻ്റെ ഫങ്ഷനിങ്ങിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ശബരി ലൈൻ പകുതി പണിതിട്ടിരിക്കുന്നത്. അങ്കമാലിയിൽ നിന്ന് കാലടി വരെയുള്ള പണി ഏകദേശം അത് ചെയ്തായിരുന്നു. പാലത്തിൻ്റെ പണി, അതുപോലെ ട്രാക്ക് ലേ ചെയ്യാനുള്ള പെർമനൻ്റ് വേയുടെ അലൈൻമെൻറ്റും ഒക്കെ ചെയ്തായിരുന്നു. അത് പിന്നെ പണി നിന്നുപോയി. പിന്നെ അതിനെപ്പറ്റി ഒന്നും കേട്ടിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ കേന്ദ്ര സർക്കാർ ഡിക്ലെയർ ചെയ്തായിരുന്നു ഇപ്പോൾ ടേക്കപ്പ് ചെയ്യുമെന്നാണ്. അത് കേരളത്തിന് ഒരുപാടേറെ ആവശ്യമുള്ളൊരു പ്രോജക്റ്റാണ് ഈ ശബരിപാത എന്ന് പറയുന്നത്. കാര്യം ശബരിപാത എന്ന് പറഞ്ഞാൽ ശബരിമല മാത്രമല്ല, നമ്മുടെ ഇടുക്കി ജില്ലയിലേക്കുള്ള റെയിൽ കണക്ടിവിറ്റിയും കൂടിയാണ്. അങ്ങേ അറ്റത്തെ ട്രാക്ക് കാണാം. അതിന് കാടൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് ട്രാക്ക്. അങ്ങേ അറ്റത്ത് കാണുന്ന ട്രാക്കാണ് ശബരിപാത. നമ്മൾ ജസ്റ്റ് അങ്കമാലി സ്റ്റേഷൻ വഴി റൺ ത്രൂ ആണ്.
ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്കിവിടെ ഒന്നും സ്റ്റോപ്പില്ല. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇനി തൃശ്ശൂരാണ്. അതുവരെ നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല. വളരെ പോപ്പുലർ ആയിട്ടൊരു മെമ്മോ ആണ്. പക്ഷേ 8 കാറേ ഉള്ളൂ. 8 കോച്ചുള്ള മെമ്മോ ആണ്. അതൊരു 12 കാർ മെമ്മോയെങ്കിലും ആക്കണം. 16 കാർ ആക്കണം ഐഡിയലി. അറ്റ്ലീസ്റ്റ് 12 കാറെങ്കിലും ആക്കണത്. നമ്മളിന്ന് ആക്ച്വലി ഒരു എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിച്ചാണ് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ പറയണം. നമ്മുടെ മറ്റേ വിൻ മഫ് വെച്ചില്ല, അതുകൊണ്ട് ചെറിയ വിൻ നോയ്സ് വരുന്നു. ആ പോകുന്നത് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണ്. ഇതിൽ ഞാനൊരു എൻഡ് ടു എൻഡ് ട്രിപ്പ് ഞാൻ പ്രോമിസ് ചെയ്തായിരുന്നു. അതിപ്പോഴും ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം. ഇതിലും എനിക്ക് ചെയ്യണമെന്നുണ്ട്. അതുപോലെ എറണാകുളം കണ്ണൂരും എനിക്ക് ഒരു പ്രാവശ്യം എൻഡ് ടു എൻഡ് ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല. നമുക്ക് ഉറപ്പായിട്ട് ഒരു ദിവസം നമുക്ക് നടത്തിയെടുക്കാം. പുതുക്കാട് സ്റ്റേഷനായിരുന്നു. രാവിലെ നമ്മളിവിടെ മെമ്മൂന് വരുമ്പോൾ നമ്മളിവിടെ ഇട്ട് ചെന്നൈ മെയിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയത്. ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ആക്ച്വലി ലോങ് 24 കോച്ച് പ്ലാറ്റ്ഫോമുകളാണ് എല്ലാം. ഈ പോകുന്നത് ഏകദേശം അത്യാവശ്യം നല്ലോണം ലേറ്റായിട്ട് പോകുന്നത് റപ്തിസാഗർ എക്സ്പ്രസ് ആണ്. ഗോരഖ്പൂർ തിരുവനന്തപുരം നോർത്ത് റപ്തിസാഗർ എക്സ്പ്രസ്. അത്യാവശ്യം നല്ല രീതിക്ക് ലേറ്റാണ് വണ്ടി. നമ്മുടെ ഒരു പ്രേക്ഷകൻ നമുക്കൊരു കമൻ്റ് ഇട്ടായിരുന്നു റപ്തിസാഗർ എക്സ്പ്രസിൻ്റെ ഒരു വീഡിയോ വേണമെന്ന്. അത് തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യാം. ഉടനെ നടക്കുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ആക്ച്വലി ആ സൈഡിലൂടെ പോകാനൊരു ആഗ്രഹമുണ്ട്. ഗോരഖ്പൂർ സൈഡിലൊക്കെ പോയിട്ട് മറ്റേ നേപ്പാൾ ലൈനൊക്കെ കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് സാധ്യമാവുന്ന കാലത്ത് നമുക്കത് ചെയ്യാം. ഈ വർഷം എനിക്ക് കുറച്ചധികം പ്ലാനുകളുണ്ടായിരുന്നു. വിവേക് എക്സ്പ്രസ്, ഹിംസാഗർ, പിന്നെ അതുപോലെ ഡൽഹി രാജധാനി, തിരുവനന്തപുരം ഡൽഹി രാജധാനി. അങ്ങനെ എനിക്ക് കുറച്ചധികം പ്ലാനുകളുണ്ട് ഈ വർഷത്തേക്ക്. നമ്മൾ ഓൾറെഡി ജൂണിൽ എത്തിക്കഴിഞ്ഞു. ജൂൺ അവസാനിച്ചു. ഒരുപാട് കാര്യങ്ങളൊന്നും ഈ വർഷം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള നോക്കിയിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഈ വർഷം യാത്രകൾ ചെയ്ത് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജസ്റ്റ് തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് കയറാൻ പോവുകയാണ്. തൃശ്ശൂരിലേക്കുള്ള അപ്രോച്ചാണ് ഈ കാണുന്നത്. മഴ അങ്ങോട്ട് ഒഴിയണില്ല. ഏത് ട്രെയിനാണെന്നറിയില്ല. ഡിപ്പാർച്ചറിന് സ്റ്റാർട്ടർ ആയി കഴിഞ്ഞു. വാപ്പ് 5 ആണ് ലോക്കോ. വാപ്പ് 5 എന്ന് പറയുമ്പോൾ ഗുജറാത്ത് വണ്ടി വല്ലറിയും. പോർബന്ദർ ആണ് ഇന്നുള്ളത്. പോർബന്ദർ എക്സ്പ്രസ് ആവാനാണ് സാധ്യത. ഗാസിയാബാദ് നെറ്റ് 30000. പോർബന്ദർ കൊച്ചുവേളി. പോർബന്ദർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ആണ്. വീക്കിലി എക്സ്പ്രസ്. നമ്മളിതിൻ്റെ ഓപ്പോസിറ്റിൽ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പോർബന്ദറിലേക്കുള്ള ട്രിപ്പ് നമ്മൾ ഒരു പ്രാവശ്യം തിരുവനന്തപുരം നോർത്ത് മുതൽ ഷൊർണൂർ വരെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നോൺ മൺസൂൺ ഷെഡ്യൂളിൽ. മൺസൂൺ ഷെഡ്യൂൾ തന്നെ ടൈമിങ്ങിന് വ്യത്യാസമുണ്ട്. നമ്മളന്ന് യാത്രത്തെ ടൈമിംഗ് അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് പുറപ്പെടാനുള്ള സ്റ്റാർട്ടർ ആയിട്ടുണ്ട്. ആംബറാണ്. അതെനിക്കൊന്ന് പൂങ്കുന്നത്തെ ഗേറ്റ് അടഞ്ഞിട്ടുണ്ടാവില്ല. പൂങ്കുന്നത്തെ ഗേറ്റ് അടച്ചാൽ അത് പച്ചയാവുള്ളൂ. ഇവിടുന്ന് ഒരുപാട് പേര് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേര് കയറി ഇവിടുന്ന്. തൃശ്ശൂർ സ്റ്റേഷനിൽ ഇതുവരെ മറ്റേ ഡിജിറ്റൽ കോച്ച് പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടില്ല. ഈ സിംഗിൾ ബോർഡ് മാത്രമേ ഉള്ളൂ. മറ്റേ കോച്ച് പൊസിഷൻ അവിടെയുള്ള കോച്ച് പൊസിഷൻ ഗൈഡൻസ് സിസ്റ്റം വന്നിട്ടില്ല. ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടർ പച്ചയായി. നമുക്ക് പുറപ്പെടും. ഈ കിടക്കുന്നത് തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചറാണ്. ഇത് നമ്മളിന്ന് രാവിലെ നമ്മുടെ എന്താ പറയുക മെമ്മൂന് വരുന്ന വീഡിയോയിൽ ഞാനിത് ഈ ട്രെയിൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രെയിൻ എറണാകുളം ഗുരുവായൂർ പാസഞ്ചറായിട്ട് പോകുമായിരുന്നു. അത് ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂരിൽ നിന്ന് തിരിച്ചത് ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചറായിട്ട് വന്നിട്ട് ഒന്നും കൂടി തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചറായിട്ട് വന്നു. കാര്യം വലിയ തിരക്കുണ്ടാവാനുള്ള ട്രെയിനല്ല. ഗോസ്റ്റ് ട്രെയിനുണ്ട്. വളരെ കുറച്ച് യാത്രക്കാരെ ഉണ്ടാവാറുള്ളൂ.
അത് ഇനി തിരിച്ച് ഗുരുവായൂർക്ക് പോയിട്ട് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇത് വീണ്ടും ഗുരുവായൂർ എറണാകുളം പാസഞ്ചറായിട്ട് തിരിച്ചു വരും. ഇതിനിപ്പോൾ ഒരു വാപ്പ് 4 ആണ്, 22693 ആണ് ലോക്കോ. നമ്മൾ രാവിലെ കാണുമ്പോൾ വാപ്പ് 7 ആയിരുന്നു, ഇത് 22693. ഇത് മിക്കവാറും മറ്റേ താമ്പരം ഗുരുവായൂർ എക്സ്പ്രസ്സിനെ കൊണ്ടുവന്ന ലോക്കോ ആയിരിക്കും. അതിൻ്റെ വീഡിയോ നമ്മുടെ പഴയ, അതിൻ്റെ ക്ലിപ്സ് നമ്മുടെ പഴയ വീഡിയോയിലുണ്ട്, മെമോ വീഡിയോയിലുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ ലോക്കോ നമ്പർ ശ്രദ്ധിച്ചില്ലായിരുന്നു. അരക്കോണത്തിന് 22693 ആണ്. നമ്മൾ ജസ്റ്റ് തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി, എൻ്റെ സ്വന്തം നാടായ തൃശ്ശൂർ. തിരുവനന്തപുരത്തേക്ക് പോകുന്ന മാംഗ്ലൂർ സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ആ പോയത്. ആ വണ്ടിക്കൊരു എൻഡ് ടു എൻഡ് യാത്ര നമ്മൾ കുറച്ച് കാലമായിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്. 16 കാർ ആയെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്കൊരു ഓഗസ്റ്റ് മാസത്തിലല്ല നമുക്കൊരു അറ്റംപ്റ്റ് നടത്തി നോക്കാം. ജൂലൈയിൽ നോക്കട്ടെ. അപ്പ് ആൻഡ് ഡൗൺ ലൈൻസ് ചെറിയ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് അലൈൻമെൻറ്റാണ്. ഈ മല കാരണമാണ്. അപ്പുറത്തും ഇപ്പുറത്തും വേണം. അപ്പുറത്തെ സൈഡിലാണ് ഓപ്പോസിറ്റ് ലൈൻ ഉള്ളത്. നമ്മളിപ്പോൾ അകമല എത്തിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് വടക്കാഞ്ചേരി എത്തുന്നേ ഉള്ളൂ. വടക്കാഞ്ചേരി കഴിഞ്ഞിട്ടാണ് അകമല ചുരം വരുന്നത്. രണ്ടും ഗാർഡ് സെക്ഷൻസ് ആണ്. പക്ഷേ ബാക്ക് ഗ്ലാസ് ഒന്നും ആവശ്യമുള്ള ഗാർഡ് സെക്ഷൻ അല്ല, സ്പീഡ് റെസ്ട്രിക്ഷനും ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് വടക്കാഞ്ചേരി എത്തുന്നു. നമ്മുടെ മുന്നിൽ 2 വണ്ടികളുണ്ട്. ഒരെണ്ണം നമ്മൾ എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്നുണ്ട് 16332, പിന്നെ ഒരെണ്ണം പാലരുവി. 16332 നമ്മൾ പാലക്കാട് കഴിഞ്ഞിട്ടാണ് ഓവർടേക്ക് ചെയ്യുക. പാലരുവി നമ്മൾ ഒറ്റപ്പാലത്ത് വെച്ച് ഓവർടേക്ക് ചെയ്യും. അപ്പോൾ ഈ 2 വണ്ടി നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു സ്ലോ ഡൗൺ വരാൻ സാധ്യതയുണ്ട്. കാര്യം അത് 2 ഇതുവരെ പാലക്കാട് ഡിവിഷനിലേക്ക് കയറിയിട്ടില്ല വേറെ ട്രെയിൻ പ്രകാരം. അപ്പോൾ ആ 2 വണ്ടിയിൽ നമ്മൾ മുന്നിലത്തെ 2 ബ്ലോക്കിലായിട്ട് ഉണ്ടാവണം. അതായത് ഒരെണ്ണം മുള്ളൂർക്കരയുടെ അടുത്തുള്ള IB ബ്ലോക്കിലും മറ്റേത് വളത്തുള്ളവർ ബ്ലോക്കിലും ഉണ്ടാവണം. അല്ലെങ്കിൽ ജസ്റ്റ് പാസ്സായിട്ടുണ്ടാവും. ഇതാണ് വടക്കാഞ്ചേരി സ്റ്റേഷൻ. 2 എണ്ണം ഉണ്ട്. വടക്കാഞ്ചേരി ഉണ്ട്, വടക്കഞ്ചേരി ഉണ്ട്. വടക്കഞ്ചേരി എന്ന് പറയുന്നത് നാഷണൽ ഹൈവേയിലാണ്. അത് പാലക്കാട് ജില്ലയിലാണ്. വടക്കാഞ്ചേരി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. നമ്മളിപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള വടക്കാഞ്ചേരിയിലാണ്. നമ്മുടെ സിഗ്നൽ പച്ചയാണ്. അപ്പോൾ അവിടെ വേറെന്തോ സ്പീഡ് റെസ്ട്രിക്ഷനോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഇതാണ് വടക്കാഞ്ചേരി സ്റ്റേഷൻ. ഇവിടെയും അമൃത് ഭാരത് പോലത്തെ എന്തൊരു അമൃത് ഭാരത് തന്നെ തോന്നുന്നു അപ്ഗ്രേഡ് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് ബിൽഡിംഗ് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ സൈഡിൽ കൂടെ വഴി ഉണ്ടാക്കി വിട്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ലൈനിൽ വണ്ടി കയറി വരുന്നുണ്ട്. അതേ പറയാം, നമുക്ക് 3 ക്രോസിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെയാണിത്. ഈ കയറി വരുന്നത് നമ്മുടെ ശബരി എക്സ്പ്രസ് ആണ്. LHB കോച്ചായ ശബരി എക്സ്പ്രസ്. ഇതിൽ നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു N20 യാത്ര. എനിക്ക് തിരുവനന്തപുരം ടു സെക്കൻഡറാബാദ് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കഴിഞ്ഞ ദിവസം നമ്മൾ ഓൾറെഡി സെക്കൻഡറാബാദ് ടു പാലക്കാട് എന്നുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അന്ന് ഫസ്റ്റ് AC യിലായിരുന്നു വീഡിയോ ചെയ്ത്. പ്രാവശ്യം നമുക്ക് ട്രിവാൻഡ്രം ടു സെക്കൻഡറാബാദ് ഒരു വീഡിയോ ചെയ്യണം. ഫസ്റ്റ് AC ആവാൻ സാധ്യതയില്ല. ഫസ്റ്റ് AC നമുക്ക് മുതലാവില്ല. നമുക്ക് സെക്കൻഡ് AC-ലോ തേർഡ് AC-ലോ വരുമ്പോൾ. ലല്ലഗുഡയുടെ 37474 ആണ് ലോക്കോ. എല്ലാം പുത്തൻ കോച്ചുകളാണ്. 2024 ബിൽട്ടും ഒക്കെയാണ്. പുത്തൻ കോച്ചാണ് പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും ഒരു പഴം.
അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമുക്കിനി ഒരു ക്രോസിംഗ് കൂടെ വരാനുണ്ട്. അതൊരു സർപ്രൈസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതിനി വരാനുണ്ട്. അതിനി എനിക്ക് ആ വണ്ടി ഇപ്പോൾ ഏകദേശം വള്ളത്തുള്ളവരെ കഴിഞ്ഞ് മുള്ളൂർക്കരയ്ക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് അതമല. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഉത്രാളിക്കാവ്. ഇതാണ് ഉത്രാളിക്കാവ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഉത്രാളിക്കാവ്. നമുക്ക് ഉത്രാളിക്ക് ആക്ച്വലി ഈ ലൈനിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. മറ്റേ ലൈനിൽ നമുക്ക് ഉത്രാളിക്കാവ് ശരിക്കും കാണാൻ പറ്റില്ല. കാരണം മറ്റേ ലൈൻ താഴ്ചയിലാണ്, ഈ ലൈനാണ് പൊക്കത്തിൽ കൂടെ പോകുന്നത്. ഇവിടെ താഴെ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. ഇവിടെ ആണ് ഉത്രാളിക്കാവ് അമ്പലം. അതിന് തൊട്ടപ്പുറത്താണ് തൃശ്ശൂർ ഷൊർണൂർ ഹൈവേ. ഈ വണ്ടിയുടെ പാൻട്രിക്കാരിൽ നിന്ന് ഒരുപാട് ഫുഡ് ഐറ്റംസ് വരുന്നുണ്ട്. നമ്മളൊന്നും ഇതുവരെ ട്രൈ ചെയ്തില്ല. കാര്യം ഞാൻ എറണാകുളം വിട്ടപ്പോൾ ഏറെക്കുറെ ഞാൻ ഡോറിൽ തന്നെയാണ് കുറേ നേരമായിട്ട്. ഇടയ്ക്ക് കുറച്ച് നേരം ഉള്ളിൽ പോയിരിക്കും, അതിന് തിരിച്ച് ഡോറിലോട്ട് വരും. ആ ഒരു ഫേസിലാണ്. അപ്പോൾ ഇതുവരെ ഫുഡൊന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് പാൻട്രിക്കാരിലെ ഫുഡ് വല്ലതൊക്കെ ട്രൈ ചെയ്യണം. നമ്മുടെ ഈ ക്രോസിങ്സ് ഓവർടേക്കൊക്കെ ഒന്ന് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാം. മഴക്കാലമായ പിന്നെ ഇവിടുത്തെ ട്രാക്ക് മെയിൻ്റനൻസ് ടീമിനും അതുപോലെ ട്രാക്ഷൻ ഇതാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ പ്രോജക്റ്റ്. ഒരു വാഗനൈനായിരുന്നു ഇത്. ബംഗളൂരു SMET തിരുവനന്തപുരം നോർത്ത് സമ്മർ സ്പെഷ്യൽ എക്സ്പ്രസ് ആയിരുന്നു. ഫുൾ 3rd AC കോച്ചിലുള്ള ട്രെയിനാണ്. സമ്മർ സ്പെഷ്യൽ എക്സ്പ്രസ് ആയിട്ടാണ് തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ അത് ഏകദേശം സെപ്റ്റംബർ അവസാനം വരെ സർവീസുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളും ബംഗളൂരു SMETയിൽ നിന്ന് പുറപ്പെട്ട് ശനിയാഴ്ച തിരുവനന്തപുരം നോർത്തിലെത്തിയിട്ട് ഞായറാഴ്ച തിരിച്ചു പോകുന്ന വണ്ടിയാണ്. ഇന്നിപ്പോൾ വണ്ടി ഏകദേശം 3.5 മണിക്കൂർ ലേറ്റാണ്. 3.5 മണിക്കൂർ ലേറ്റായിട്ട് ഇപ്പോൾ അത് തൃശ്ശൂർ അടുക്കുന്നേ ഉള്ളൂ. വള്ളത്തോൾ നഗർ സ്റ്റേഷനായിരുന്നു. വള്ളത്തോൾ നഗർ സ്റ്റേഷൻ കാണിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചാണ്. പക്ഷേ ആ സമയത്ത് നമ്മുടെ പാൻട്രിക്കാരൻ ചായ കൊണ്ടുവന്നു. അപ്പോൾ എന്നാൽ പിന്നെ നമ്മുടെ പാൻട്രിയിലത്തെ ഫുഡ് ടേസ്റ്റിംഗ് നമുക്ക് ചായ തുടങ്ങാമെന്ന് വെച്ചു. നല്ല ചായയാണ്, നല്ല ഇഞ്ചിയൊക്കെ ഇട്ട ചായ, അടിപൊളി ചായയാണ്. എനിക്ക് ട്രെയിനിലെ ചായ അത്ര ഇഷ്ടപ്പെടാറില്ല. നല്ല ഇഞ്ചിയൊക്കെ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ. അപ്പോൾ നമ്മളങ്ങനെ തിരുവനന്തപുരം ഡിവിഷൻ വിട്ട് പാലക്കാട് ഡിവിഷനിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉടനെ ഭാരതപ്പുഴ കടക്കും. ഇതാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം. ഭാരതപ്പുഴയിൽ നല്ലോണം വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ ലെവൽ കണ്ടോ, തീരം തൊടുന്ന ലെവൽ വരെ എത്തിക്കഴിഞ്ഞു. വെള്ളം തീരം തൊടുന്ന ലെവൽ എത്തിയതല്ല, തീരം തൊട്ടു. ഇത് അവിടെയായിട്ട് കുറേ കല്ലടുക്കി വെച്ചിരിക്കുന്നുണ്ടോ, അത് നമ്മുടെ പുതിയ പാലത്തിനുള്ള ഇതാണ്, പ്രിപ്പറേറ്ററി വർക്കാണ്. ഇതിവിടെ താഴെ നിങ്ങൾക്ക് പ്രിപ്പറേറ്ററി വർക്ക് ചെയ്യുന്ന ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് പുതിയ പാലത്തിനുള്ള വർക്കാണ് എൻ്റെ അറിവിൽ. അതിനുള്ള മറ്റേ പൈലിങ്ങിനുള്ള സാധനമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ പാലം നമ്മൾ വിചാരിച്ചിരിക്കുന്ന പോലെ ഇപ്പുറത്തെ സൈഡിലല്ല വരുന്നത്, അപ്പുറത്തെ സൈഡിലാണ്. ബൈപ്പാസ് ലൈനിൻ്റെ സൈഡിലാണ് പുതിയ പാലം വരുന്നത്. അപ്പോൾ എനിക്കൊന്ന് പുതിയ പാലം വന്ന ബൈപ്പാസ് ലൈനിൽ അതിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് ലൈൻ മീൻസ് ഷൊർണൂർ ഭാഗത്തുനിന്ന് വരുന്ന ട്രെയിനാണ് ഇപ്പോഴുള്ള ലൈൻ വഴി തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. എക്സാക്ട്ലി എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. അപ്പോൾ ബൈപ്പാസ് ലൈനിലൊരു പച്ച സിഗ്നൽ ഉണ്ട്. അപ്പോൾ ബൈപ്പാസ് ലൈനിൽ ഏതോ ഒരു വണ്ടി വരുന്നുണ്ട്. നമുക്ക് ആംബർ സിഗ്നലാണ്. അപ്പോൾ മിക്കവാറും മാന്നന്നൂർ ഹോമിൽ നമ്മൾ പോയി നിൽക്കുമായിരിക്കും. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലരുവി അങ്ങോട്ട് ക്ലിയറായി പോയിട്ടില്ല എന്നൊന്നും, അല്ലാതെ അപ്പുറത്തെ പച്ചയാണ്.
ഓപ്പോസിറ്റ് ലൈനിൽ ഒരു പച്ച സിഗ്നൽ കണ്ട കാര്യം ഞാൻ പറഞ്ഞിരുന്നത്. അതൊരു പച്ച ട്രെയിൻ വരുന്നുണ്ട്. ഒരു G9 ഹോൾഡ് BCN റേക്ക് വരുന്നുണ്ട്. ഫുൾ റേക്ക് അല്ല, പാർട്ട് റേക്ക്. പാർട്ട് റേക്ക് ആണെങ്കിലും ട്വിൻ G9s ആണ്. ഫുൾ റേക്ക് ആയിരുന്നെങ്കിൽ ഇതിനിപ്പോൾ ബാങ്കർ ഉണ്ടായേനെ. ഇത് ഫുൾ റേക്ക് അല്ല. ഫുൾ റേക്ക് ആണെങ്കിൽ ബാങ്കറിലാണ് പോകാൻ പറ്റില്ല. അത് തൊട്ടപ്പുറത്ത് നമുക്ക് ഭാരതപ്പുഴ കാണാം. നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് ഭാരതപ്പുഴ. ഇതങ്ങ് ദൂരെ കാണുന്നുണ്ടോ? നമ്മൾ നേരത്തെ ഇപ്പോൾ ജസ്റ്റ് കടന്നു വന്ന റെയിൽവേ ലൈൻ ആണത്. ആ ദൂരെ കാണുന്നത്. അത് കടന്നാണ് നമ്മളിങ്ങോട്ട് വന്നത്. നമ്മളിനി ഭാരതപ്പുഴയ്ക്ക് പാരലായിട്ട് കുറേ ദൂരം ഓടും. അങ്ങനെ ഇത്രയും നേരം 80 kmph ഉരുട്ടിയിട്ട് നമ്മൾ സ്പീഡ് പിടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 97, 98 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അധികം താമസിച്ചാൽ നമ്മൾ 110 അടിക്കും. പാലക്കാട് ഡിവിഷൻ കാര്യമാണ് 110 ഇനി നമുക്ക് അങ്ങ് വരെ നല്ല സ്പീഡിൽ പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്തോ ബണ്ട് പോലെ പൊട്ടിപ്പോയിട്ടുണ്ടല്ലോ. നമ്മൾ മാങ്ങന്നൂർ സ്റ്റേഷൻ എത്തി. അവിടെ എന്തോ ബണ്ട് പോലെ സാധനം പൊട്ടിപ്പോയി വെള്ളം ഒലിക്കുന്നുണ്ട്. അടുത്ത സ്റ്റേഷൻ ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് വെച്ച് നമ്മൾ പാലരുവി ഓവർടേക്ക് ചെയ്യും. പാലരുവിയുടെ ഒറ്റപ്പാലം ലൂപ്പിൽ കയറി കഴിഞ്ഞു. പാലരുവി എക്സ്പ്രസ്സിന് ഒരു പ്രാവശ്യം നമ്മൾ തിരുനെൽവേലി ടു പാലക്കാട്, പണ്ട് തിരുനെൽവേലി ഓടിക്കൊണ്ടിരുമ്പോൾ നമ്മൾ തിരുനെൽവേലി ടു പാലക്കാട് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിൻ ഇപ്പോൾ തൂത്തുക്കുടിയിലേക്ക് നീട്ടി. ഇപ്പോൾ ഇതിന് ഉടനെ തന്നെ 3rd AC കോച്ചും കിട്ടും. അരക്കോണത്തിൻ്റെ ഒരു ലോക്കമായിരുന്നു. ലോക്കോ നമ്പർ ശരി കിട്ടിയില്ല. ഈ ട്രെയിനിൽ ഉടനെ തന്നെ 3rd AC ലഭ്യമാണ്. അപ്പോൾ 3rd AC വന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു ട്രിപ്പ് ഒന്നും കൂടെ പോകാം. അപ്പോൾ ഇനി പാൻട്രി കാറിൽ ഭക്ഷണം കഴിച്ചില്ല എന്ന് വേണ്ടതാ. നമ്മൾ വടയിൽ നിന്ന് തുടങ്ങുകയാണ്. ഉഴുന്ന് വട മേടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. വട ഒരു ഇത്തിരി സോഗിയാണ്, പക്ഷേ ചട്നി കൊള്ളാം. നമ്മളിപ്പോൾ ഏകദേശം പറളി എത്താറായിട്ട്. ഇവിടെയും ഭാരതപ്പുഴ പാരലായിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അറിവിൽ ഭാരതപ്പുഴ നമുക്ക് പാരലായിട്ട് വരില്ല. ഇവിടെ ഒരു ചെക്ക് ഡാം പോലെ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഭാരതപ്പുഴ എൻ്റെ അറിവിൽ മറ്റൊരു റൂട്ടിലോട്ട് അങ്ങ് പോകും. നമ്മുടെ പാരലായിട്ട് വരില്ല. പുതിയ പാലക്കാട് ടൗണിൽ നിന്നും ഒരു ബൈപ്പാസ് ലൈൻ വരുന്നുണ്ട്. അത് ശരിക്കും ഇവിടെയാണ് വന്ന് കയറാം. നല്ല ബ്രേക്കിംഗ്, ഹെവി ബ്രേക്കിംഗ്. ഫോക്സ് ഞാനെന്താ ജസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടത്. ഇത് കണ്ടോ, ഇത് പുതിയ ഡബിൾ ഡിസ്റ്റൻസ് സിഗ്നലിങ്ങിന് വേണ്ടിയുള്ള സിഗ്നൽ പോസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലും ഡബിൾ ഡിസ്റ്റൻസ് സിഗ്നലിംഗ് പാലക്കാട് ഡിവിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങി. ഡബിൾ ഡിസ്റ്റൻസ് സിഗ്നലിംഗ് എന്ന് പറയുന്നത് 130 kmph ആവശ്യമുള്ളതാണ് ഡബിൾ ഡിസ്റ്റൻസ് സിഗ്നലിംഗ്. ഡബിൾ ഡിസ്റ്റൻസ് ഇല്ലാണ്ട് നമുക്ക് 110 kmph വരെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സെക്ഷൻ അപ്പോൾ 130 kmph വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡബിൾ ഡിസ്റ്റൻസ് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു സ്റ്റോപ്പ് സിഗ്നലിന് 2 കിലോമീറ്റർ മുമ്പ് ഒരു വാർണിംഗ് സിഗ്നലാണ്. നിലവിലെ ഒരു സ്റ്റോപ്പ് സിഗ്നലിന് 1 കിലോമീറ്റർ മുമ്പ് മാത്രമാണ് വാർണിംഗ് സിഗ്നൽ ഉള്ളത്. ഡബിൾ ഡിസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് ഒരു സിഗ്നൽ എത്തുന്നതിന് 2 കിലോമീറ്റർ മുമ്പ് ഒരു വാർണിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞ് 1 കിലോമീറ്റർ മുമ്പ് ഒരു വാർണിംഗ് ഉണ്ടാവും. പിന്നെയാണ് ഫൈനൽ സ്റ്റോപ്പ് സിഗ്നൽ വരുന്നത്. WAP 7 ഈ റോഡ് ഷെഡിന് ലോക്കമാണ്.
താമ്പരം മാംഗ്ലൂർ എക്സ്പ്രസ് ആണ്. 16159 താമ്പരം മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ് ആണ്. മാംഗ്ലൂർ എക്സ്പ്രസ് എന്നൊക്കെ വിളിച്ചാലും ഇത് ഷൊർണൂർ കഴിഞ്ഞാൽ പിന്നെ ഹോൾട്ട് സ്റ്റേഷൻ ഒഴികെ ബാക്കി എല്ലാ സ്റ്റേഷനും നിർത്തുന്നൊരു ട്രെയിനാണ്. നമ്മൾ പാലക്കാടിൻ്റെ ഹോം സിഗ്നലിൽ ചെറുതായിട്ടൊന്ന് നിർത്തിയായിരുന്നു. എനിക്ക് തോന്നുന്നു പ്ലാറ്റ്ഫോം വേക്കൻ്റ് അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ 16332 പോയിട്ടുണ്ടാവില്ലായിരിക്കും. നമ്മൾ ചെറുതായിട്ടൊന്ന് നിർത്തിയിട്ട് ഇപ്പോൾ എടുത്തു. അത് ജസ്റ്റ് പാലക്കാട് സ്റ്റേഷനിലേക്ക് കയറാൻ പോകുന്നു. മഴ മാറി, തണുപ്പ് മാറി, ചൂട് തുടങ്ങി. നല്ല ചൂടുണ്ട് ഇപ്പോൾ ഇവിടെ. നല്ല ചൂടും ഹ്യൂമിഡിറ്റി ഉണ്ട് ഇവിടെ. അപ്പോൾ ഫീൽ ചെയ്യാൻ നമുക്ക് വാതിക്കൽ നിൽക്കുമ്പോൾ വേർത്ത് തുടങ്ങി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പൊള്ളാച്ചിന്ന് വരുന്ന ലൈന്. മധുരൈ സൈഡിൽ നിന്ന്, മധുരൈ, ഡിണ്ടിഗൽ, പൊള്ളാച്ചി, പഴനി ആ സൈഡിൽ നിന്നൊക്കെ വരുന്ന ലൈനാണ് ഈ കാണുന്നത്. നമ്മൾ ഈ ലൈൻ വഴി ഒന്ന് രണ്ടല്ല പല പ്രാവശ്യം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലിയും കൂടി ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് പാലക്കാട് ജംഗ്ഷനിലേക്ക് കയറുന്നു. ഓപ്പോസിറ്റ് സൈഡ് കൂടെ ഏതോ ഒരു വണ്ടി വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് റൈറ്റ് സൈഡിൽ കൂടെ അതും കൂടി ചെക്കൗട്ട് ചെയ്യാം. അത് മോസ്റ്റ്ലി വൈകി ഓടുന്ന ധൻബാദ് ആയിരിക്കണം. ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ്. നമ്മൾ ജസ്റ്റ് പാലക്കാട് ജംഗ്ഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 4 കയറിയിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് അപ്പുറത്തെ സൈഡൊന്ന് ചെക്കൗട്ട് ചെയ്യട്ടെ. അതേതാ ട്രെയിനൊന്നും നോക്കണ്ട നമുക്ക്. ഇവിടെ ഇറങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ റൈറ്റ് സൈഡിലോട്ട് മാറുന്നില്ല. ഇവിടെ പുതിയ എസ്കലേറ്റർ വരുന്നതിൻ്റെ കവറിങ് ആണ് ഈ കാണുന്നത്. റോയപ്പുറത്തിന് 30362 ആണല്ലോ. അപ്പോൾ ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ആണ്. ഇന്ന് ഏകദേശം 1.5 മണിക്കൂർ, 2 മണിക്കൂറിൻ്റെ ലേറ്റാണ് ഇന്ന് വണ്ടി. 2 ഒരു 1.5 മണിക്കൂർ ലേറ്റ്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങാനുണ്ട്. അപ്പോൾ ഈ വണ്ടി എനിക്ക് ഈ വണ്ടി ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാര്യം നമുക്ക് എന്താ പറയുക, എറണാകുളത്തുനിന്ന് കയറി തൃശ്ശൂർ ഇറങ്ങാൻ ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ പാലക്കാട് ഇറങ്ങാൻ ആൾക്കാരുണ്ട്. നമ്മളങ്ങനെ പാലക്കാട് എത്തി 11:41. നമ്മളൊരു അല്പം ലേറ്റാണ്, ഓൺ ടൈം അല്ല, അല്പം ലേറ്റാണ്, 2-3 മിനിറ്റ് ലേറ്റാണ്, അത്രേ ഉള്ളൂ. ഒരുപാട് ലേറ്റ് ഒന്നുമല്ല. നമ്മളിനി ഇവിടെ നിന്ന് അങ്ങോട്ട് എ ലൈനാണോ ബി ലൈനാണോ ആവും. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. നല്ല ക്ലൗഡി അങ്ങോട്ട് കണ്ടോ, ഇരുണ്ട് കൂടി നിൽക്കുന്ന കണ്ടോ. പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നു, അത്രേ ആയിട്ടുള്ളൂ. നമുക്ക് സ്റ്റാർട്ടർ ഗ്രീൻ ആയിരുന്നു, ക്ലിയർ ആയിരുന്നു. പറയുമ്പോൾ നമ്മൾ ബി ലൈനിൽ തന്നെ പോകാൻ പോകുന്നത്. നമ്മൾ ബി ലൈൻ വഴി നേരെ എന്താ പറയുക, പോത്തന്നൂർ വരെ പോകും. അതായത് നമുക്കിന്ന് നല്ല കുറച്ച് വിഷ്വൽസ് കിട്ടും എന്നർത്ഥം. ട്വിൻ രത്ലം വാഗ് ഫൈസ് LPG റേക്കാണ്. രത്ലം ഷെഡിൻ്റെ വാഗ് ഫൈസ് ഒക്കെ കണ്ട കാലം മറന്നു. ഒരു ഫീമെയിൽ LP ആണ്. അവിടെ മരങ്ങളുടെ പുറകിലാണ് മെമു ഷെഡ്. അവിടെ മെമു ഷെഡിലും എന്തോ ലൈൻ വർക്ക് നടക്കുന്നുണ്ട്. എനിക്കൊന്നും ഒരു എക്സ്ട്രാ സ്റ്റേബിളിംഗ് ലൈൻ വരുന്നുണ്ടെന്ന് അതിനകത്ത്. അവിടെയും കാണാനുണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ കേരളത്തിലെ 2 മെമു ഷെഡുകളും, പാലക്കാടും അതെ കൊല്ലവും അതെ, നല്ലോണം എക്സ്പാൻഡ് ചെയ്യണം. നമ്മുടെ പാസഞ്ചർ ട്രെയിനുകളൊക്കെ പകരം മെമു ഓടിക്കണം. നമ്മുടെ നാട്ടിൽ നമ്മുടെ റോഡ് വേ സിസ്റ്റം, അതായത് റോഡ് ട്രാൻസ്പോർട്ടേഷൻ വളരെ മോശമായതുകൊണ്ട് തന്നെ കേരളത്തിന് റെയിൽവേസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ കണ്ടോ ലാൻഡ് ലെവലിംഗ് കണ്ടോ അവിടെ മെമു ഷെഡിനകത്ത്. അവിടെ എക്സ്ട്രാ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റേബിളിംഗ് ലൈനും കൂടെ വരും തോന്നുന്നു.
മുന്നോട്ട് ഇരുണ്ട് കൂടി നിൽക്കുന്നുണ്ട്. നല്ല മഴ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. നമ്മൾ ആ ഗാർഡ് സെക്ഷൻ പാസ് ചെയ്യുമ്പോൾ വലുതായിട്ട് മഴ പെയ്യാണ്ടിരുന്നാൽ മതി. മഴ പെയ്യാൻ നമുക്കൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. വരുന്നുണ്ട്. കഞ്ചിക്കോട് പുതുതായിട്ട് വരുന്ന IIT ക്യാമ്പസ്. കുറച്ച് ബിൽഡിങ്സ് ഓപ്പണായി, ബാക്കി ബിൽഡിങ്സിന് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. മൂടിക്കെട്ടി നിൽക്കുന്നുണ്ടോ? കാണുന്നതാണ് വെസ്റ്റേൺ ഗാർഡ്സ്. ആ വെസ്റ്റേൺ ഗാർഡ്സിന് ഇടയിലത്തെ പാലക്കാട് ഗ്യാപ്പ് കൂടെയാണ് നമുക്ക് പോകാൻ. കഞ്ചിക്കോട് യാർഡ് മൊത്തത്തിൽ കാലിയാണ്. ഒരു വാഗൺ പോലും ഇല്ല. മറ്റേ സാധാരണ ഇവിടെ എപ്പോൾ ഞാൻ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗുഡ്സ് കിടക്കുന്നുണ്ടാവാറുണ്ട്. ഒന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ നേരെ B ലൈൻ വഴി ഗാർഡ് സെക്ഷൻ കടക്കും. നമ്മുടെ സിഗ്നൽ പച്ചയാണ്. സിഗ്നൽ പച്ചയാണെന്നുണ്ടെങ്കിലും ഗാർഡ് സെക്ഷനാണ്. സ്പീഡ് ലിമിറ്റ് ഉണ്ട്. പകൽ സമയത്ത് 65-ഉം രാത്രി കാലങ്ങളിൽ 45-ഉമാണ് സ്പീഡ് ലിമിറ്റ്. ഇവിടുന്ന് A ലൈൻ നേരെ പോകുന്ന കാണാം. നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിയും. A ലൈന് ദൂരം കുറവാണ്. A ലൈന് പക്ഷേ ഗ്രേഡിയൻ്റ് കൂടുതലാണ്. A ലൈൻ നേരെ പോയിട്ട് നമ്മളിനി A ലൈനെ വാളയാർ വെച്ചേ കാണുള്ളൂ. വാളയാർ നമ്മൾ A ലൈനെ ഇനി കാണില്ല. ഞാൻ ക്യാപ്ചർ ചെയ്യാൻ കാത്തിരുന്നത് ഗാർഡ് സെക്ഷനാണ്. ഗാർഡിലോട്ട് കയറുന്നത് മഴ തുടങ്ങി. അപ്പോൾ നമുക്ക് ഗാർഡ് സെക്ഷൻ അങ്ങനെ ഒരുപാടൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. മഴയായി, നല്ല മഴയായി. മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കിട്ടി. അപ്പുറത്തെ കോച്ചിൻ്റെ മറ്റേ ഡോറിന് മുകളിലുള്ള ഗട്ടറാണ് നമുക്ക് പണി വരുന്നത്. അവിടെ നിന്ന് നല്ലോണം വെള്ളം വരുന്നത്.
ഭംഗി നോക്കിയല്ലേ. നമ്മുടെ വാളയാർ ഘാട്ട് സെക്ഷനാണിത്. പാലക്കാട് പാസിൽ കൂടെ നമ്മൾ പോകും, പാലക്കാട് ഗ്യാപ്പിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം വാളയാർ എത്താറായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പുറത്തെ കോച്ചിലോട്ട് വന്നു, C2ലേക്ക് വന്നു. കാര്യം ഇതിൻ്റെ റെയിൻ വാട്ടർ കട്ടറിൽ നിന്നാണ് വെള്ളം മൊത്തം ക്യാമറയിലോട്ട് വീണുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട സംഭവം, ഇവിടെ നിന്നുള്ള വെള്ളമാണ് മൊത്തമായിട്ട് നമ്മുടെ അപ്പുറത്തോട്ട് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഈ കോച്ചിൽ നിന്ന് അങ്ങ് പിടിക്കാമെന്ന് വെച്ച് കുറച്ച് നേരം, ഈ വെള്ളം മഴ ഒന്ന് തീരുന്ന വരെ. പാൻട്രിക്കാരിൽ നിന്ന് ഉച്ചക്കലത്തേക്കുള്ള ലഞ്ച് വന്നു തുടങ്ങി. എനിക്കൊന്ന് വാളയാർ കഴിഞ്ഞിട്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ മേടിച്ച് കഴിക്കാം. പോത്തന്നൂരാകുമ്പോൾ കഴിച്ച് തീർക്കാതാവും. അപ്പോൾ നമ്മൾ കഞ്ചിക്കോട് വെച്ച് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ ലൈൻ നമ്മൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടും. വാളയാർ സ്റ്റേഷനിൽ മാത്രം വെച്ച് കണ്ടുമുട്ടും. അതിന് വീണ്ടും അത് വേറെ വഴി. റൈറ്റ് സൈഡിലാണ് ലൈന്, അതാണ് ലൈന്. ഇവിടെ 16332 ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ രാവിലെ എറണാകുളത്ത് വെച്ച് വണ്ടി ഒന്ന് കണ്ടതാണ്, ഇപ്പോൾ ഒന്നും കൂടി കാണാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. വിജയവാഡയുടെ ലോക്കമായിരുന്നു 30647. അപ്പുറത്തിലാണ് ലൈന്. അതിപ്പം മുമ്പിലായിട്ടാണ് ബോർഡർ. ഈ പാലമാണ് ബോർഡർ. ശ്രദ്ധിച്ചോളൂ, ഈ പാലം കഴിഞ്ഞ ഉടനെ ആ കാടിൻ്റെ രീതി അങ്ങോട്ട് മാറും. കണ്ട, കാടിൻ്റെ രീതി മാറും. വെൽക്കം ടു തമിഴ്നാടായി. കാടിൻ്റെ രീതി മാറും, ഇവിടുത്തെ മരങ്ങൾ മാറും. അതാ കാട് മാറിയ നാടായി. പെട്ടെന്ന് തെങ്ങുംതോപ്പ് വന്നു. അവിടെ അതിനകത്ത് അമ്പലമുണ്ട്, വീടുകളുണ്ട്, എല്ലാം ഉണ്ട്. മേഘവും വളരെ ക്ലിയറായി. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു തമിഴ്നാട്. ഇപ്പോൾ ലഞ്ച് മേടിച്ചു. ലഞ്ച് മീൽസ് തന്നെയാണ് മേടിച്ചത്. മീൽസിന് ആദ്യമായിട്ട് ഇപ്പോൾ ട്രെയിനിൽ കുറേ കാലത്തിന് ശേഷം മീൽസ് ട്രെയിനിൽ കാണുന്നത്. അപ്പോൾ മീൽസിനകത്ത് എന്തൊക്കെയുള്ള നോക്കിയാലോ. ചോറും കറിയും തന്നെയാണ് കഴിക്കുന്നത്. ചോറുണ്ട്, നല്ല നല്ല ബോയിൽഡ് റൈസാണ്, അവിയലുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ഒരു കൂടിയുണ്ട്. അത് മോരുകറിയാണോ രസമാണെന്ന് മനസ്സിലായില്ല. ഞാൻ ലഞ്ച് കഴിച്ച് തിരിച്ച് ഡോറിലേക്ക് എത്തി. നല്ല അടിപൊളി ലഞ്ചാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല സൂപ്പറായിട്ടുള്ള കറികളായിരുന്നു. സാമ്പാറുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, പിന്നെ മോരുകറി ഉണ്ടായിരുന്നു. രസമില്ലായിരുന്നു, മോരുകറി. ഞാൻ പാക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എന്നെ അറിയില്ല എന്ന് പറഞ്ഞത്. മോരുകറിയായിരുന്നു. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് അവിയലിൽ വെളുത്തുള്ളി ഇടുന്ന ഇഷ്ടമല്ല. ഇതിൽ വെളുത്തുള്ളി ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നില്ല, അന്നേരം കുറച്ചുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. കാര്യം തൃശ്ശൂർ ബേസ് കിച്ചണിൽ ലോഡ് ചെയ്ത ഫുഡാണ്. അതിൽ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അത് സീമ കാറ്ററേഴ്സ്, അതായത് നമ്മുടെ ട്രെയിനിലെ കോൺട്രാക്ടേഴ്സ് തന്നെ തൃശ്ശൂരിൽ നിന്ന് ലോഡ് ചെയ്യുന്നതാണ് ഫുഡ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോത്തന്നൂർ എത്തുന്നു. നമുക്ക് ഡോർ തുറക്കാം. നമ്മൾ ജസ്റ്റ് പോത്തന്നൂരിലേക്ക് എത്താണ്. മധുരയിൽ തന്നെ ഓൾറെഡി പാസ് ചെയ്തു. ലെഫ്റ്റ് കൂടെ ഇറങ്ങി വരുന്നതാണ് പൊള്ളാച്ചിയിൽ നിന്ന് വരുന്ന ലൈന്. പൊള്ളാച്ചിയിൽ നിന്ന് വരുന്ന ലൈനാണ് ഇത്. ആക്ച്വലി ഒരു പാലം വഴിയാണ് നമ്മുടെ മെയിൻ ലൈനെ ക്രോസ് ചെയ്യുന്നത്. ആ പാലം ജസ്റ്റ് മിസ്സായിരുന്നു. ഞാൻ ആ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ആ പാലം പാസ് ചെയ്തത്. ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ പോത്തന്നൂർ സ്റ്റേഷനിലേക്ക് കയറും. പോത്തന്നൂരിൽ നമുക്ക് സ്റ്റോപ്പില്ല, റൺ ത്രൂ ആണ്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഇനി കോയമ്പത്തൂർ ജംഗ്ഷനിലാണ്. നമ്മൾ ജസ്റ്റ് പോത്തന്നൂർ ജംഗ്ഷനിലോട്ട് കയറുന്നു. ഞാൻ പറഞ്ഞവിടെ നമുക്ക് സ്റ്റോപ്പില്ല, റൺ ത്രൂ ആണ്. നമ്മൾ ജസ്റ്റ് നമ്മൾ വന്ന ലൈനിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് നമ്മളിപ്പുറത്തോട്ട് കയറണം. നമ്മൾ ബേസിക്കലി പൊള്ളാച്ചിയിൽ നിന്ന് വരുന്ന രണ്ട് ലൈനിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഈ ലൈനാണ് ഫർദർ ഇനി കോയമ്പത്തൂരിലേക്ക് പോവുക. പോത്തന്നൂർ ആക്ച്വലി ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നതിന് മുമ്പ് പോത്തന്നൂരായിരുന്നു കോയമ്പത്തൂരിൻ്റെ സ്റ്റേഷൻ.
അത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് പോത്തന്നൂരിൽ നിന്ന് കോയമ്പത്തൂർ വഴി മേട്ടുപ്പാളത്തേക്കുള്ള ലൈൻ അവർ വലിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പണ്ട് സിഗ്നലിംഗ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻസിൻ്റെ വർക്ക്ഷോപ്പും ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്. ദൂരെ കാണുന്ന സിഗ്നലിംഗ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻസിൻ്റെ വർക്ക്ഷോപ്പാണ്. അതുപോലെ പണ്ട് കോയമ്പത്തൂർ പോത്തന്നൂരായിരുന്നു ഡിവിഷൻ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നീടാണ് അവർ ഇത് പണിത് പാലക്കാട് ഡിവിഷൻ ഉണ്ടാക്കിയത്. നമ്മൾ ഏതോ ഒരു ട്രെയിൻ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. ഇത് മോസ്റ്റ്ലി കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആയിരിക്കും. ഇതിന് ശരിക്കും 1:45 കണ്ട് കോയമ്പത്തൂർ എത്തിയാൽ മതി. പക്ഷെ ഇത് സ്ഥിരമായിട്ട് ബിഫോർ ടൈം വരുന്നതിന് വേണ്ടിയാണ്. നേരത്തെ കൂട്ടി ഇവിടെ വന്ന് കിടക്കുന്നത്. ഇതേ റേക്കാണ് ഇനി കോയമ്പത്തൂർ മധുരൈ ഇൻ്റർസിറ്റിയായിട്ട് പോവുക. 2 വാപ്സ് ഉണ്ട്, ഒരു വാപ്പ് 1ഉം ഒരു വാപ്പ് 4ഉം. വാപ്പ് 4 ആണ് ലൈവ്, 2289 ലോക്കോ. നമ്മൾ പോയിൻറ്റ്സൊക്കെ ക്ലിയർ ചെയ്തു. അങ്ങനെ പോത്തന്നൂർ ജംഗ്ഷൻ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ പ്ലാൻ മോസ്റ്റ്ലി നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷൻ എത്തുന്നതോടുകൂടി ഈ ഒരു പാർട്ട് വീഡിയോ ഞാൻ കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും സാധ്യത. അപ്പോൾ ഇതാണ് നോയൽ നദി. നേരെ പോകുന്നതാണ് പോത്തന്നൂർ ബൈപ്പാസ് ലൈന്. ഈ ലൈന് കോയമ്പത്തൂരിൻ്റെ ബൈപ്പാസ് ഇതായിരുന്നു ശരിക്കുള്ള മെയിൻ ലൈന് പണ്ട്. അതായത് ഈ ലൈൻ ബ്രിട്ടീഷുകാർ ലേ ചെയ്ത സമയത്ത് അതായിരുന്നു മെയിൻ ലൈന്. ഈ ലൈൻ ഉണ്ടായിരുന്നില്ല, ഇത് പിന്നീട് വന്ന ലൈനാണ്. ഇവിടെയൊക്കെ 130 kmph വർക്കിൻ്റെ പാർട്ടായിട്ടുള്ള ഫെൻസിങ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് കയറാൻ പോകുന്നു. നമ്മുടെ പാരിങ് ട്രെയിനെ നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷൻ വെച്ച് തന്നെ ക്രോസ് ചെയ്യുക. നമ്മൾ അത്യാവശ്യം ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. നമ്മുടെ പാരിങ് ട്രെയിൻ നമ്മൾ ഇവിടെ വെച്ച് ക്രോസ് ചെയ്യും. അതുപോലെ നമുക്ക് വേറെയും കുറച്ച് ക്രോസിങ്സ് ഉണ്ടാവും. കേരള എക്സ്പ്രസ് പോകണമെന്ന്, കേരള എക്സ്പ്രസ് ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ കുറച്ച് ക്രോസിങ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂർ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. നമ്മുടെ ഹോം സിഗ്നൽ നമുക്ക് ആംബറായിരുന്നു. നമ്മൾ ഹോം സിഗ്നൽ നിർത്തേണ്ടി വന്നില്ല, നമ്മൾ നേരെ സ്റ്റേഷനിലോട്ട് വരാണ്. ഏത് പ്ലാറ്റ്ഫോമിലോട്ട് ചെല്ലുന്നത് എനിക്കൊരു പിടിയില്ല. എനിക്കൊന്ന് 3-ലേക്കാണ് തോന്നുന്നു ചെല്ലുന്നത്. 3 ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും പ്ലാറ്റ്ഫോമാണ്. ഇവിടെ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങാനുണ്ട്. അപ്പോൾ ഫോക്സ്, നമ്മുടെ പാർട്ട് 1 വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതോടുകൂടി ഫസ്റ്റ് പാർട്ട് തീരുകയാണ്. നമ്മൾ എറണാകുളം മുതൽ കോയമ്പത്തൂർ വരെയാണ് ഫസ്റ്റ് പാർട്ട് ഞാൻ കവർ ചെയ്യുന്നത്. കോയമ്പത്തൂർ മുതൽ ബാംഗ്ലൂർ വരെയുള്ള സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാമെന്നിരിക്കുക. കാര്യം കോയമ്പത്തൂർ ബാംഗ്ലൂർ ഞാൻ ഒരുപാട് കവർ ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പോൾ അത് സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാമെന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് പാർട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മെമ്പർഷിപ്പ് എടുക്കാത്തവരുണ്ടെങ്കിൽ, മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ സൂപ്പർ താങ്ക്സ് പോലത്തെ മെത്തേഡ്സ് വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വളരെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കെന്നാൽ അടുത്ത പാർട്ട്, ഈ വീഡിയോയുടെ അടുത്ത പാർട്ടിൽ നമുക്കിനി വീണ്ടും കാണാം. So this is Binay Shankar signing off from Platform 7. See you again in the next video. Until then, bye-bye.